ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് മോർണിംഗ് ആയി. ഇന്ന് മൂന്നാറിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഇവിടെയൊക്കെ ഒന്ന് നടന്നു കാണാം. ഒരു മോർണിംഗ് വാക്കിന് പോയിട്ട് വന്നാലോ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കടകളൊക്കെ തുറന്നു വരണല്ലോ. ഒരു ചായ കുടിക്കണം കാലത്ത് തന്നെ. എന്നിട്ട് ഇറങ്ങിയിട്ട് പുറത്ത് നടന്നു നോക്കാം. അങ്ങോട്ട് ചെറിയ മഞ്ഞാണോ മഴയാണോ എന്നറിയില്ല. മഞ്ഞായിരിക്കും അല്ലേ? വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട്. കാരണം നമുക്കൊരു കട വരെ കിട്ടിയിട്ടില്ല. നടന്ന പ്രശ്നമായി. പക്ഷെ കോടയൊക്കെ പ്രതീക്ഷിച്ചു, കോടയൊന്നും കണ്ടില്ല. മഞ്ഞ് രാത്രിയാണെന്ന് തോന്നുന്നു അവിടെ കോട കണ്ടത്. ഇന്നലെ രാത്രി കോട കണ്ടില്ലേ? ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. മോർണിംഗ് ഏകദേശം 7 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. കുറച്ച് മഴക്കാറൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഈ ടൗണ് പെട്ടെന്ന് ആക്റ്റീവ് ആയതുപോലെ തോന്നി. അതിരാവിലെ തന്നെ മല കയറി വരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ നിന്നുള്ള ലഹളയും ഈ നടക്കുന്ന വഴിയിൽ നമുക്ക് കേൾക്കാൻ കഴിയും. തികച്ചും പ്ലാസ്റ്റിക് സോൺ ഫ്രീ ഏരിയയാണ് മൂന്നാർ. അപ്പോൾ കാഴ്ചക്കാരും സഞ്ചാരികളുമായിട്ട് വരുന്ന നമ്മെ ഓർമ്മപ്പെടുത്താൻ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുണ്ടാക്കിയ കുറച്ച് ദൃശ്യങ്ങളാണ് ഇവിടെ. അതെ, നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളോട് നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തം, ചില മര്യാദകൾ. മൂന്നാറിലേക്ക് വരുന്നവർക്ക് അടുത്തുള്ള പ്രദേശങ്ങളായിട്ടുള്ള പൂപ്പാറ, തേനി, കുമിളി, മധുര എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള ഒരു റൂട്ടാണിത്. ഇതാണ് റെഡ് സ്പാരോ. നമ്മുടെ അക്കോമഡേഷൻ അവിടെയാണ്. ഹോട്ടലിൻ്റെ പുറകിൽ നല്ല വ്യൂ ആണ്. കോടമഞ്ഞൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കാണാം. ഈ ടൗണിൽ തന്നെ ഒരു CSI ചർച്ച് കണ്ടു. കുറേ പടികളുണ്ട് കയറാനായിട്ട്. നല്ല ഉയരത്തിലാണ് ഈ ഒരു CSI ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. പ്രഭാതമാണെങ്കിലും ഇരുൾ മൂടിയ മേഘങ്ങളും മഞ്ഞ് പെയ്യുന്ന തണുത്ത അന്തരീക്ഷവും ആണെങ്കിലും പള്ളിമണിയുടെ മുഴക്കവും പ്രാർത്ഥനാ ഗാനങ്ങളും ഈ ഒരു വായുവിൽ അലിഞ്ഞ് ഈ പ്രദേശത്ത് മുഴുവൻ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ജ്വലിപ്പിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ഇതാണ് മൂന്നാർ ടൗൺ. ഇന്നലെ നമ്മളിവിടെ വന്ന് കറങ്ങി സ്റ്റേ ചെയ്തു. മോർണിംഗ് ടൈം ഇവിടെ സൂപ്പറാണ് കേട്ടോ. കോട മഞ്ഞ് ഇറങ്ങിയതുകൊണ്ടായിരിക്കാം. അധികം കോട എന്ന് പറയുന്നില്ല, നമുക്ക് കാഴ്ച വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു മഞ്ഞിൻ്റെ കണങ്ങൾ ഇങ്ങനെ വന്ന് അടിക്കുമ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. വലിയ തണുപ്പില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി.
ഞങ്ങളെന്തായാലും റെഡ് സ്പാരോയിൽ സ്റ്റേ എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങാൻ നോക്കുകയാണ്. ഉണർന്നെഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന മൂന്നാറിൻ്റെ വഴികളിലൂടെ കുറച്ച് ദൂരം ഇനി മുന്നോട്ട് പോയി നോക്കാം. ഒത്തിരിയേറെ ഗ്രാമക്കാഴ്ചകളും തനി ഗ്രാമീണതയും സംസ്കാരവും കൊണ്ട് സഞ്ചാരികളെ ഒട്ടും മടുപ്പിക്കാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മൂന്നാർ. സത്യം പറഞ്ഞ സാധാരണയുള്ള ചൂട് കാലാവസ്ഥയിൽ നിന്നും മറ്റു പല മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശാന്തമായിട്ടുള്ള ഈ ഇടവഴിയിലൂടെ ഒരു ലോങ് ഡ്രൈവും കൊതിച്ചാണ് പല പ്രവാസികൾ ഉൾപ്പെടെ ഇവിടെ വരുന്നത്. ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ ചെലവിടുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് മനസ്സിലൊരു തണുപ്പും പച്ചപ്പും ഒക്കെ നിറച്ച് നമ്മളെ ഒന്ന് റിഫ്രഷ്ഡ് ആക്കാനും ഈ ഇടത്തിന് സാധിക്കും എന്നതിൽ സംശയമില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിതുമ്പിക്കൊണ്ടിരിക്കുന്ന മൂന്നാറിനെയാണ്. അതെ, മഞ്ഞ് പെയ്യുന്ന, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന, എന്നാലും വലിയ മഴയില്ല, ചെറുതായിട്ട് ചാറ്റൽ മഴ. എത്ര തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയാലും ഈ വഴിയോരങ്ങളിലെല്ലാം തന്നെ സഞ്ചാരികൾ അവരുടെ വാഹനങ്ങൾ നിർത്തും. വെളിച്ചം വന്നു തുടങ്ങുമ്പോഴേക്കും നറുമണവും ഉന്മേഷവും രുചിയും നൽകുന്ന ഒരു തരത്തിൽ വാണിജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ കീർത്തി മറ്റു സ്ഥലങ്ങളിലും എത്തിക്കുന്ന പുഞ്ചിരി തൂകിക്കൊണ്ട് വഴിയോരങ്ങളിലായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന തേയിലത്തോട്ടത്തിലെ കുറേ സഹോദരി സഹോദരന്മാർ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. നമ്മൾ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്തായി കണ്ട ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. നമുക്ക് മാത്രം പോരല്ലോ റെസ്റ്റ്, വണ്ടി ഓടിച്ച് നമ്മളെ സുരക്ഷിതരായി കൊണ്ടുവരുന്ന നമ്മുടെ സാരഥികൾക്കും കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കണ്ടേ. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ കളകളാരവം എന്നൊക്കെ പറയില്ലേ, കളകളാരവം ഒന്നുമല്ല, നല്ല ശക്തിയായിട്ടുള്ള ശബ്ദമായിരുന്നു. നല്ലൊരു വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങളിൽ ഒന്നാണ് മൂന്നാർ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 @JackJones.